Watch full episodes on Jio Hotstar. ഈ ഐലൻഡിന്റെ പേര് ട്രെംബ്ലിംഗ് ഐലൻഡ് എന്ന് എന്തുകൊണ്ടാ വെച്ചത്? ഈ ഐസൊലേറ്റഡ് ഐലൻഡിൽ ഒരു വലിയ ഭൂകമ്പം വന്നായിരുന്നു. ഭാഗ്യം കൊണ്ട് ഈ ഹോട്ടൽ പുതിയൊരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹോട്ടലിന് മാത്രം ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇല്ലായിരുന്നു ഈ ഹോട്ടൽ മൊത്തത്തിൽ അങ്ങ് തകിട് പൊടിയായേനെ. ഇപ്പോ പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും മനോഹരമായ കാഴ്ച ഞാൻ കണ്ടിട്ടേ ഇല്ല. വരൂ, നമുക്ക് എല്ലാവർക്കും വേഗം ഡ്രസ് ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോയി കഴിക്കാം. അല്ല, നിങ്ങൾ ആരാ കെട്ടിയിട്ടിരിക്കുന്നത്? അതെ, ആരും എന്നെ കെട്ടിയതല്ല. ഈ ഭൂമികൾക്കും ഒക്കെ വരുമ്പോഴേ ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് ചുറ്റി അങ്ങോട്ട് കെട്ടി വെക്കുന്നതാ എന്നെ തന്നെ. അതുകൊണ്ട് ഞാൻ സ്ലിപ്പായി പോകത്തില്ല. പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് എന്റെ ജോലിയും ചെയ്യാം. അല്ല, നിങ്ങൾക്ക് എങ്ങനെ ഈ പരിക്കൊക്കെ പറ്റിയത്? അത് പിന്നെ ഇപ്പൊ വന്ന ഭൂകമ്പമാണ് ഞങ്ങളെയൊക്കെ ആ ടവറിൽ നിന്ന് ഈ ടവറിലേക്ക് എത്തിച്ചത്. അതിരിക്കട്ടെ, ഈ ഭൂകമ്പം പെട്ടെന്ന് എവിടുന്നാണ് അല്ലെ, വന്നത്? എന്നാ പറയാനാ, ഞങ്ങൾ ഹോട്ടൽ ഇവിടെ ഉണ്ടാക്കിയപ്പോ തൊട്ട് ഇവിടെ earthquakes ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായി കാണുമല്ലോ. ജർമ്മനി മുഴുവനും ഭൂകമ്പം ഉണ്ടാവുമല്ലോ അല്ലേ? അല്ല, ജർമ്മനിയിൽ എവിടെ ഇങ്ങനൊന്നും സംഭവിക്കാറില്ല. ഇവിടെ മാത്രമേ ഇത് നടക്കാറുള്ളൂ. അല്ല, അതെങ്ങനെയാ? അത് ആർക്കും അറിയത്തില്ലെന്നേ. ഇദ്ദേഹം പറയുന്ന കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഐലൻഡിൽ മാത്രം ഭൂകമ്പം വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ വേറെ ഒരു സ്ഥലത്തും ഭൂകമ്പം ഉണ്ടാവുന്നില്ല. അത് മാത്രമല്ല, ഇവിടുന്ന് കര 200-300 കിലോമീറ്റർ ദൂരത്തിലല്ലേ ഉള്ളൂ. പക്ഷേ ഈ ഹോട്ടലിന്റെ അടിയിൽ മാത്രം എങ്ങനെയാ ഭൂകമ്പം വരുന്നത്? എന്തോ ഒരു പ്രശ്നം ഞാൻ ഇതിൽ കാണുന്നുണ്ട്. ഒന്നും എവിടെയും കാണുന്നില്ല. ഇവിടെ ഭൂകമ്പം ഉണ്ടാവുന്നത് വളരെ സാധാരണയാണ്. മാനേജർ സാർ, ഒരു കണക്ഷൻ ഇല്ലാണ്ട് ഉത്തരം പറഞ്ഞിട്ട് പോകുന്ന ഈ ആള് ആരാന്നൊന്ന് പറഞ്ഞുതരൂ. ഈ ഹോട്ടലിന് 2 മുതലാളിമാരുണ്ട്, മിസ്റ്റർ മാർക്ക് പിന്നെ മിസ്റ്റർ സുബൈർ. ഇദ്ദേഹത്തിന്റെ പേരാണ് മിസ്റ്റർ സുബൈർ. ഓ, എന്നാ മാനേജർ സാർ, ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്. ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. മോട്ടോ, നമുക്ക് അയാളെ ഫോളോ ചെയ്യാം. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. പൊളിച്ചെടുത്തല്ലോ. ഹായ് സുബൈർ. ഹായ് മാർക്ക്. നമ്മൾ ഈ ഹോട്ടൽ വിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ഭൂകമ്പമൊക്കെ വളരെ ശക്തി കൂടിയതാണ്. ഈ ചുവരുകളെല്ലാം ഷോക്ക് പ്രൂഫ് ആയിരിക്കാം, പക്ഷെ അത് അധികം നാൾ താങ്ങത്തില്ല. ഇപ്പൊ കസ്റ്റമേഴ്സ് മുമ്പത്തെ പോലെ ഒന്നും വരുന്നില്ല. എനിക്ക് ഈ ഹോട്ടൽ അടച്ചു വെക്കാൻ പറ്റത്തില്ല. ഈ ഹോട്ടലിൽ എന്റെ ഇമോഷൻസ് ഉണ്ട്, എന്റെ സെന്റിമെന്റ്സ് ഉണ്ട്, എന്റെ ഓരോ കഷ്ടപ്പാടിന്റെ ഗന്ധം ഇതിലുണ്ട്. ഈ ഹോട്ടൽ എനിക്ക് ഒരിക്കലും വിൽക്കാൻ പറ്റില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തന്നെ വിറ്റേക്ക്. അതെന്തായാലും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് ചെയ്താലും അവൻ വഴിക്ക് വരുന്നതെന്ന് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടാക്ക്. ഇപ്രാവശ്യം കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് ചെയ്താൽ മതി. പൊളിച്ചെടുത്തല്ലോ. ഞാൻ പറയുന്ന മാത്രം നീ ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഓ, അടിപൊളി പെയിന്റിംഗ് അല്ലേ? കൊള്ളാം. കള്ളൻ കള്ളൻ, എന്റെ വാതിൽ പൊളിച്ച് റൂമിനുള്ളിൽ കടന്നിരിക്കുന്നു. കള്ളൻ 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 കള്ളൻ. അങ്ങനെയാണോ? നിങ്ങളെല്ലാം ഇവരുടെ ഫ്രണ്ട്സ് ആണോ? എങ്കിൽ എല്ലാവരും
മാനേജർ സാറേ, ഈ ഹോട്ടലിലെ 2 മുതലാളിമാരില്ലേ, അവരുടെ റോൾ എന്താ? ഏതോ ഒരു പ്രശ്നമുണ്ട്. മാർക്ക് പറയുന്നുണ്ട് ഹോട്ടൽ അദ്ദേഹത്തിന് കൊടുക്കാൻ. സുബേർ പറയാറുണ്ട് ഹോട്ടൽ അയാൾക്ക് വേണമെന്ന്. 2 പേരുടെ ഇടയ്ക്ക് നല്ല വഴക്കുണ്ടാകാറുണ്ട്. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭൂകമ്പം പെട്ടെന്ന് വന്നതുപോലെ ഇല്ലേ? അത് കുറച്ച് ഈ പ്രാവശ്യം പെട്ടെന്ന് വന്ന പോലെ തന്നെ ഉണ്ട്. ഈ ഹോട്ടൽ ഉണ്ടാക്കിയപ്പോ തൊട്ട് എന്തോ ഇതിന്റെ അടിയില് നമ്മളെപ്പോഴാ ഇത്രയും ഉയരത്തിലേക്ക് വന്നത്? നമുക്കെല്ലാവർക്കും ഒന്ന് മേളിൽ പോയി നോക്കിയാലെന്താ? കാരണം ഇതൊക്കെ ആ സുബൈറുടെ പണി ആയിരിക്കണം. എത്ര പടിയുണ്ട് കേറാൻ? ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഞാൻ നിന്നെ വെറുതെ വിടില്ല. എനിക്ക് നിങ്ങൾ എല്ലാരും എന്നെ പിന്തുടർന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്തോ പ്ലാൻ ചെയ്യാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ ആളുകളെ ഞാൻ റെഡി ആയിട്ട് വെച്ചിട്ടുള്ളത്. വരണം ബോയ്സ്, ഇവരെ എല്ലാരും ഒന്ന് നല്ലോണം കൈകാര്യം ചെയ്തേക്ക്. എന്റെ ചങ്ക എന്റെ ബ്രോ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? വലിയേട്ടാ, നിങ്ങൾ ഫ്ലൈയിങ് ഹെൽമെറ്റ് ഇട്ട് പറന്നു വന്നു അല്ലേ? എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല ഹെൽമെറ്റ് ഉണ്ടെന്നുള്ള കാര്യം? ചേട്ടന്മാരെ, നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ ഇടിക്കാൻ വേണ്ടി കാത്തിരിക്കുമല്ലേ? എന്നാ പിന്നെ ആദ്യം ഈ വലിയേട്ടനിൽ നിന്ന് തന്നെ തുടങ്ങിക്കോ. സമയം കളയണ്ട, തുടങ്ങിക്കോ. എന്നെ വിട്ടേക്ക് പ്ലീസ്. വേണ്ട, എന്നെ തല്ലല്ലേ പ്ലീസ്, എന്നെ വിട്ടേക്ക്. ചേട്ടാ, എന്റെ ചക്ക എടുക്കോ പത്ലു, എന്റെ ഹെൽമെറ്റ് ഓൺ ചെയ്ത് വിടൂ. എല്ലാവരും എന്റെ കൈ പിടിച്ച് തൂങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹെൽമെറ്റ് ഫാൻ ഓൺ ചെയ്യ, വേഗം ഓൺ ചെയ്യ പത്ലു. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ഷോക്കിൽ മാർക്ക് ഇന്ന് തന്നെ ഈ ഹോട്ടൽ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൻ പോയി കളയണം. ഇനി ഒരു ഭൂമി കുലുക്കവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇനി ആ കുലുക്കം നിങ്ങളിൽ ഉണ്ടാക്കും ഞാൻ. നിങ്ങൾ എല്ലാരും ഇങ്ങോട്ടേക്ക് എത്തിയോ? പിടിക്കവന്മാരെ. അവന്മാര് പുറത്തേക്ക് പോരുത്, ഇല്ലെങ്കിൽ നമ്മുടെ സീക്രട്സ് എല്ലാം പുറത്തറിയും. നിങ്ങളുടെ സത്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. മാർക്ക്, നിനക്ക് ഈ ഹോട്ടൽ ചെറിയ വിലയിൽ വിറ്റിട്ട് പോണം, അതല്ലേ നിന്റെ ഉദ്ദേശം? സത്യം പറ. അതുകൊണ്ടല്ലേ നീ ഈ മെഷീൻ ഉപയോഗിച്ച് ഈ ബിൽഡിങ്സിന് ഭൂകമ്പം കൊടുത്തോണ്ടിരിക്കുന്നേ? അതെ, അത് തന്നെയാണ് എന്റെ പ്ലാൻ. പക്ഷെ നിങ്ങൾ വന്ന് എന്റെ പ്ലാൻ നശിപ്പിച്ച് കളഞ്ഞു. പക്ഷെ ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജീവനോടെ പോവാൻ പറ്റില്ല. ഇപ്പൊ ഈ റിമോട്ട് എന്റെ പോക്കറ്റിലുണ്ടാവും. നിങ്ങളെ അടിച്ച് ചമ്മന്തിയാക്കിയതിന് ശേഷമേ ഡോറ് തുറക്കാൻ പോകുന്നുള്ളൂ. ഇനി ആ റിമോട്ട് നിനക്ക് മാത്രമാണ് ഉപയോഗപ്പെടാൻ പോകുന്നത് സുബൈർ. ആ റിമോട്ട് നീ സൂക്ഷിച്ചു വെച്ചോ. പിടിക്കാവന്മാരെ. കിട്ടി. ഈ ഞങ്ങൾക്ക് നിന്നെയും കൂടെ എടുത്തിട്ട് അലക്കണ്ടേടാ.
എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്, പക്ഷെ ഇത്രയൊക്കെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ച പോലും ഇല്ല. മോട്ടോ പത്ലു, താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്നെ വളരെ നന്നായിട്ട് സഹായിച്ചു. ഇൻസ്പെക്ടർ സാറ്, ഇയാളെ ഇവിടുന്ന് കൊണ്ടുപോകൂ. താങ്ക് യു സോ മച്ച് മോട്ടോ പത്ലു. പൊളിച്ചെടുത്തല്ലോ. ഇതെന്താ താങ്ക് യു മോട്ടുപത്ലുണ്ട് മാത്രാണോ? ഇത്രയും നേരം ഞങ്ങള് മോളിന്ന് താഴേക്ക് വീണിട്ടുണ്ട്. ഞങ്ങൾക്ക് താങ്ക് യു ഇല്ലേ? താങ്ക് യു ഡോക്ടർ ചട്ക. ഗാസിറ്റോ റാം. താങ്ക് യു. Watch India's largest kids library only on Jio Hotstar. Download the app now.